ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാബ് ട്രെൻഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് 90 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ഇൻസൈഡ് ഫ്രെയിം കൂട്ടാൻ വേണ്ടി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ അതിൻ്റെ ഔട്ട്സൈഡ് ഫ്രെയിം കൂട്ടാൻ വേണ്ടി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ 90 ഡിഗ്രിക്ക് താഴെ വരുന്ന കോണളവ് കട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻസായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പം വീഡിയോ എടുക്കാനായിട്ട് വുഡ് കൊണ്ടൊരു മോഡൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഈ ആംഗിൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് പറയുന്നത്. ഈ വർക്ക് നമുക്ക് കൂടുതലായിട്ടും ആവശ്യം വരുന്നത് സ്റ്റെയർ കേസിൻ്റെ അടികളിലായിരിക്കും. ചില സ്റ്റെയർ കേസ് ഈ പിക്ചറിൽ കാണുന്നത് പോലത്തെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് ആ റെഡ് സർക്കിൾ ഇട്ട ആ ഒരു പോർഷൻ 90 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗം എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് രണ്ട് ഒരേപോലത്തെ സെക്ഷൻ എടുക്കുക. ആ രണ്ട് സെക്ഷനും നമ്മുടെ ഈ ഒരു 90 ഡിഗ്രിക്ക് മുകളിലുള്ള ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെക്കുക. അപ്പോൾ രണ്ട് സെക്ഷനും വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സെക്ഷൻ്റെയും എൻഡ് കോണിൽ കറക്റ്റായിരിക്കണം. പുറത്തോട്ടോ അകത്തോട്ടോ വരാൻ പാടില്ല. അതിന് വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് മാർക്ക് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മാർക്ക് കിട്ടിയിട്ടാവുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആ മാർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് ഈ സെക്ഷൻ്റെ എൻഡിലേക്ക് ക്രോസ് ആയിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെക്ഷനോ അല്ലെങ്കിൽ ട്രൈ സ്ക്വയറോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ കിട്ടുന്ന ലൈനാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട കോണ്. ആദ്യത്തെ ലൈന് നമുക്ക് മായ്ച്ചു കളയാം. അപ്പോൾ ഇപ്പോൾ വരക്കുന്ന ആ ഒരു വരയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു കോണളവ് മെഷീനിൽ സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് പീസും ഇതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന ഭാഗങ്ങളൊക്കെ മെഷീനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രണ്ട് പീസും നമുക്ക് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് പീസും അതേ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ജോയിൻ്റ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ 90 ഡിഗ്രിക്ക് മുകളിലുള്ള ഭാഗം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് തന്നെ വേറൊരു മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് സെക്ഷൻ മുകളിലും താഴെയായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരേപോലത്തെ രണ്ട് സെക്ഷൻ എടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സെക്ഷൻ ഇതേപോലെ വെക്കുക. രണ്ടാമത്തെ സെക്ഷനും അതിൻ്റെ പാരലലായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് മട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷനോ ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതേപോലെ നേരെ വെച്ചതിന് ശേഷം ആ സെക്ഷൻ്റെ പാരലലായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ സെക്ഷൻ്റെ പാരലലായിട്ട് വരച്ച ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നേരത്തെ ചെയ്തതുപോലെ സെക്ഷൻ്റെ എൻഡിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സെക്ഷൻ്റെ പാരലലായിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലൈൻ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. ആ പോയിൻ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്രോസ് ലൈന് വരക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്രോസ് ലൈന് കിട്ടിയിട്ടാകുമ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതും രണ്ടും ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ അളവിൽ മെഷീനിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജെ സ്ക്വയർ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഡോറ് കൂട്ടാനും അതേപോലെ ഫിക്സഡിന് ഫ്രെയിം കൂട്ടാനൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെയാണോ ഫ്രെയിം അളവെടുത്ത് കൂട്ടിയത് അതേപോലെ തന്നെ ആ ഫ്രെയിമിൻ്റെ ഇൻസൈഡിൽ നിന്ന് നമുക്ക് ജെ സ്ക്വയർ അതേപോലെ അളവെടുക്കാം. അപ്പോൾ രണ്ട് വേസ്റ്റ് പീസ് കൊണ്ട് അത് അളവെടുത്തിട്ട് ആ കോണളവ് കിട്ടിയതിന് ശേഷം
നമുക്ക് ജെ സ്ക്വയറിൻ്റെ എത്രയാണോ ഡോറിൻ്റെ ഉള്ള അളവ്, ആ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോർ അതേപോലെ തന്നെ കൂട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 സെക്ഷൻ എടുത്തിട്ട് ഗേജ് ആക്കുക എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. നിങ്ങൾക്ക് ഏത് അളവിലാണോ ഡോർ ആക്കേണ്ടത് ആ അളവിൽ പിന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെനിക്കിനി വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വർക്ക് വരികയാണെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ ഡിലേ ആവും, അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൽ 2 സെക്ഷനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങും കട്ടിങ്ങൊക്കെ കറക്റ്റാണ്, ജോയിൻ്റൊക്കെ ക്ലിയർ ആണ്. ഈ ഒരു 2 മെത്തേഡും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. നമുക്കിനി അടുത്തത് എന്താ നോക്കാം. ഇനി പറയുന്നത് ഇതേപോലത്തെ ഒരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്സൈഡ് ഫ്രെയിം കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അളവെടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരേപോലെയുള്ള 2 സെക്ഷൻ എടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 2 സെക്ഷനും ക്രോസ് ആയിട്ട് വെക്കുക. അപ്പോൾ 2 സെക്ഷൻ്റെയും പ്രതലം ടച്ച് ചെയ്തിട്ട് വേണം വെക്കണമെന്നുണ്ടെങ്കിൽ, അത് ചുവരായിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ 2 സെക്ഷനും ഒരേപോലെ ടച്ചാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു സെക്ഷൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു പാരലായിട്ട് വരുന്ന 2 ലൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ ഒരു ലൈന് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ആദ്യം വരച്ച ലൈനിൻ്റെ എൻഡിൽ നിന്നും രണ്ടാമത് വരച്ച ലൈനിൻ്റെ എൻഡിൽ നിന്നും കൂടി ക്രോസ് ആക്കിയിട്ടൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2ൻ്റെയും എൻഡ് കറക്റ്റ് ആയിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ കോണളവ് മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 2 ലൈനും മായ്ച്ചു കൊടുക്കുക. പിന്നെ ആ 2 ലൈനിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ലാസ്റ്റ് വരച്ച ആ ഒരു ലൈനാണ് നമ്മുടെ കോണളവ്. അപ്പോൾ ഇനി ഈ ഒരു കോണളവിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു കോണളവിൽ തന്നെ 2 സെക്ഷനും കട്ട് ചെയ്യാം. വീഡിയോ കാണുമ്പോൾ റെസൊല്യൂഷൻ കുറച്ച് കൂട്ടിയിട്ട് കാണാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈന് വരച്ചതൊന്നും ക്ലിയർ ആയിട്ട് കാണൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെസൊല്യൂഷൻ കൂട്ടിയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും. അപ്പോൾ 2 സെക്ഷനും മാർക്ക് ചെയ്ത ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ്റൊക്കെ ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ മടിക്കരുത്. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ.